പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭ ഡിസംബർ 3-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പുണ്യവാളൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ മധ്യസ്ഥനാണ്, നമുക്കറിയാമല്ലോ. അദ്ദേഹം 1540-കളിലാണ് ഗോവയിലെത്തുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം അഴുകാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ബോഡി അത് പ്രദർശിപ്പിച്ചിരുന്നു. ഈ വിശുദ്ധനെയാണ് ദൂരയാത്ര ചെയ്തുള്ള മിഷണറി പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനാണ്. ഇത് 10-ാം പീയൂസ് പാപ്പയാണത് പ്രഖ്യാപിച്ചത്. 1622 അദ്ദേഹം ഗ്രിഗറി 15-ാമൻ പാപ്പയാൽ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടത്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അതികഠിനമായിട്ട് അധ്വാനിച്ച ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ പരിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. ലോകാരൂപിയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ തലയിൽ സ്കാഫൊക്കെ ധരിച്ച് ഫോട്ടോ ഒന്നും കുർബാന സമയത്ത് എടുക്കാതെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ലോക കാര്യങ്ങളിലല്ല, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈശോയുടെ ബലിയർപ്പണത്തിൻ്റെ അനുസ്മരണം നമ്മൾ കൊണ്ടാടുമ്പോൾ നമുക്ക് ഭക്തിയോടുകൂടെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് നമുക്ക് ബലിയർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ
കനിയണമേ കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയോടെ. അങ്ങയെ എങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സർലോക രാജനേ. സർവീകശക്തനാം ദൈവമേ നാഗരാമങ്ങളെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ നാഥനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവണി ഹണ്ടാവേ കാരുണ്യം തോകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവണി ഹണ്ടാവേ എങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തോകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുദൻ നിത്യമഹിമാവിന്റെ തേജസ്സിൽ പാവനാത്മാവുദൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ അങ്ങുമാത്രം പരിപാവനൻ അങ്ങുതാനേകനം നാഥനും അങ്ങുമാത്രം പരമോന്നത ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ സുവിശേഷ പ്രഘോഷണത്താൽ ഞങ്ങളുടെ രാജ്യത്ത് അങ്ങനേകം ജനങ്ങളെ അങ്ങേക്ക് വേണ്ടി അങ്ങ് നേടിയല്ലോ. അതേ വിശ്വാസ തീക്ഷ്ണതയാൽ വിശ്വാസികളുടെ മാനസങ്ങൾ ഉജ്ജ്വലിക്കാനും തിരുസഭ എല്ലായിടത്തും നിരവധി സന്തതികളാൽ ആനന്ദിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
കേട്ടരുളേണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുൻപിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമെന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം. ഞാൻ എല്ലാവരിലും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗഭാക്കുവാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെയും. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അധ്യായം 16 വാക്യങ്ങൾ 15 മുതൽ 20 വരെ. നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവിൻ. അക്കാലത്ത് 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു അരുൾ ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിൻ്റെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. 1506 ഇദ്ദേഹം ജനിച്ചത്. 1552 അദ്ദേഹം മരണമടഞ്ഞു. 46 വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇങ്ങനെ നല്ല സമ്പത്തുള്ളൊരു കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്നു വന്നയാളാണ്. അതുകൊണ്ട് തന്നെ അക്കാദമിക് ലെവലിൽ നന്നായിട്ട് ഒരു ഉന്നതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് 1925 പാരീസിലും, ഫ്രാൻസിലെ പാരീസിൽ അദ്ദേഹം ഒരു സെൻറ്റ് ബാർബെ കോളേജിൽ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, തത്വശാസ്ത്രം അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സുഹൃത്താണ് പിയറി ഫാവ്രെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി, രണ്ടുപേർക്ക് 23 വയസ്സാണെന്ന് പ്രായം. അപ്പോൾ 1529 ആയപ്പോഴും ഇവർ താമസിച്ചിരുന്ന റൂമിലേക്ക് മറ്റൊരാൾ കൂടി വന്നു. അതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ്. ഇവർ തമ്മിൽ 15 വയസ്സ് വ്യത്യാസമുണ്ട്, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും ഫ്രാൻസിസ് സേവറും തമ്മിൽ. ഇദ്ദേഹം പഠനത്തിൽ മാത്രമല്ല നന്നായിട്ട് കായികമായിട്ടുള്ള കാര്യങ്ങളിലും മികവ് പുലർത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു വളരെ മോശമായ ജീവിതമോ അങ്ങനെ ലോകസുഖങ്ങളോ അങ്ങനെയല്ല, ലോകത്തിൻ്റെ ഉന്നതിയിലൊക്കെ എത്താനായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഈ കൂട്ടുകാരൻ്റെ കൂടെ താമസിക്കുമ്പോഴും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പലതവണ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആത്മരക്ഷ അതിങ്ങനെ പറഞ്ഞിരുന്നു. നമുക്കറിയാമല്ലോ, മത്തായി 16:26 ലോകം മുഴുവൻ നേടിയാലും ആത്മാ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? അത് ആ വചനം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോഴും അതിനൊരു ആ കൂട്ടുകാരൻ കൂടെ ഉള്ളത് കൊണ്ട് ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് അത്ര സ്വാതന്ത്ര്യമെടുത്ത് പറയാൻ സാധിച്ചില്ല. പിന്നെ ഇത് യുവാക്കളെയൊക്കെ മതപരിവർത്തനത്തിന് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇഗ്നേഷ്യസ് ലയോളയെ ഇൻസൾട്ട് ചെയ്യുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പിയറി ഫാവ്രെ എന്ന കൂട്ടുകാരൻ തൻ്റെ വീട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് അവധിക്ക് നാട്ടിലേക്ക് പോയി. അപ്പോൾ കിട്ടിയ തക്കം നോക്കിയും പിന്നെയും ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് കേട്ട് മത്തായി 16:26 കേട്ട് അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ 1534 ഈശോ സഭ സ്ഥാപിക്കുന്നത്. ആദ്യത്തെ 7 പേര് ചേർന്നാണ്. അതിൽ ഇഗ്നേഷ്യസ് ലയോള, മിസ്റ്റർ ഫ്രാൻസിസ് സേവർ, അങ്ങനെ ബാക്കി 5 പേര് കൂടി, അങ്ങനെ അവർ ചേർന്നിട്ടാണ് ഈ സഭ, ഈശോ സഭ, ജസ്യൂട്ട്
കോൺഗ്രിഗേഷൻ അത് സ്ഥാപിക്കുന്നത്. 1537 ഇദ്ദേഹം ഫ്രാൻസിസ് സേവർ പുരോഹിതനാകുന്നത്. പിന്നെ അങ്ങനെ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അയക്കപ്പെട്ടു. അങ്ങനെയാണ് 1540 ഗോവയിലെത്തി. പിന്നെയുള്ള ജീവിതം മുഴുവൻ ഏഷ്യയിലായിരുന്നു. ജാപ്പാനിലെ മിഷൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ചൈനയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. ആഗ്രഹം പൂർത്തീകരിക്കാനാവാതെ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അതാണ് അദ്ദേഹം ഇങ്ങനെ വലിയ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന വിശുദ്ധനാണ്. 1622 ഗ്രിഗറി 15 പാപ്പാം ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന 10 പിയൂസ് പാപ്പാം ഇദ്ദേഹത്തെ വിദേശ സുവിശേഷ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായും എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായിട്ടും ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് കയ്യിലെ കുരിശും പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം മലാക്ക അങ്ങനെ ഒരു ദ്വീപിലേക്ക് മറ്റോ യാത്ര ചെയ്യുമ്പോൾ, കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുരിശുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ പ്രതി, തനിക്ക് കുരിശിലുള്ള ആ വിശ്വാസത്തെ പ്രതി കടലിലേക്ക് ആ കുരിശ് എറിഞ്ഞു, എന്നിട്ട് പ്രാർത്ഥിച്ചു. അപ്പം കടൽ ശാന്തമായി. പിന്നീട് അദ്ദേഹം കരയ്ക്ക് എത്തിയപ്പോഴും ഒരു ഞണ്ട് ആ കുരിശ് പിടിച്ചോണ്ട് വന്ന്, നഷ്ടപ്പെട്ട കുരിശ്, അദ്ദേഹത്തിന് സങ്കടമുണ്ടായി. കാരണം അത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ആ കുരിശ് ഉപയോഗപ്പെട്ടെങ്കിലും തൻ്റെ കയ്യിൽ ആ കുരിശ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടമുണ്ടായി. അങ്ങനെ തിരിച്ച് ആ ഞണ്ട് അത് കൊണ്ടുവന്നു കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് ഇദ്ദേഹത്തിന് വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ അടയാളങ്ങൾ സ്ഥിരീകരിക്കുമല്ലോ, ആ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം പറയുന്നത് വചനം സ്ഥിരീകരിക്കും, വചനം അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കും. അത് മർക്കോസിൻ്റെ സുവിശേഷം 16-20 അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ച് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീരം അഴുകാതെ ഇങ്ങനെ ഇപ്പോഴും തുടരുന്നത് അത് ഒരടയാളമാണ്. തൻ്റെ ജീവിതം വചനപ്രഘോഷണത്തിന് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ട് ജീവിതം പോലും ശരീരം പോലും ഒരടയാളമായിട്ട് അവശേഷിക്കുകയാണ്. അതാണ് ആത്മരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മരക്ഷ നമ്മൾ ഇന്ന് ആത്മരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ആത്മീയ കാര്യങ്ങളെല്ലാം മാമോദീസ വഴി നമ്മൾ ക്രിസ്ത്യാനികളും ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർക്കപ്പെടുമ്പോൾ നമ്മൾ ഓരോ കൂദാശകളിലൂടെ കുംഭസാരം, കുർബാന, സ്ഥൈര്യലേപനം, വിവാഹം, ഇങ്ങനെ കൂദാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ ദൈവം സഭയിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മരക്ഷയാണ്. ആത്മരക്ഷ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ആത്മരക്ഷ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലരും ഇവിടെ വന്നിരിക്കുന്നത്. കുഞ്ഞ്, വീട്, ജോലി, പഠനം, അതുപോലെ വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ധൂർത്തപുത്രൻ്റെ കഥയിൽ അയാൾ സ്വത്തൊക്കെ വാങ്ങിച്ചങ്ങനെ പോകുമ്പോൾ അയാൾക്ക് പിന്നീട് ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ തിരിച്ചു വന്നത്. അയാൾ തിരിച്ചു വന്നിട്ട് ഒന്നും ചോദിച്ചില്ല, ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല. തനിക്ക് വസ്ത്രം വേണമെന്നോ ചെരുപ്പ് വേണമെന്നോ ഭക്ഷണം വേണമെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. അയാൾ അപ്പ ക്ഷമിക്കണം, അപ്പ തെറ്റിപ്പോയ അപ്പ, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് അങ്ങനെ ഒരു ദാസരിൽ ഒരുവനായിട്ട് എന്നെ പരിഗണിക്കണമേ എന്ന് പറഞ്ഞിട്ട് അയാൾ ആത്മരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് എന്താ, കുംഭസാരം എന്ന കൂദാശ വഴി പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, ആത്മരക്ഷ മാത്രമല്ല ഭൗതിക നന്മകൾ കൂടി കിട്ടും. അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ഒരുക്ക കുംഭസാരം പിള്ളേർ പോയി നടത്തുന്നത്. അതുവഴി പരീക്ഷ പാസ്സാകുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കുംഭസാരിച്ച് ആത്മാവിനെ ഒരുക്കുമ്പോൾ ഭൗതിക നന്മ കൂടി വന്നു ചേരും. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് മുൻപേ പോയിട്ട് കുംഭസാരിച്ച് ഒരുങ്ങിപ്പോകുന്നത് പലരും അങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ആത്മരക്ഷ, നമ്മുടെയൊക്കെ വിചാരം കുംഭസാരിക്കുക, കുർബാന സ്വീകരിക്കുക എന്നത് അത് കുറച്ച് അതിഭക്തന്മാരുടെ പണിയാണ്. പള്ളിയിലെങ്ങാനും പോയി കുംഭസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഭക്തൻ എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടും എന്നൊക്കെ ചിന്ത പലർക്കും ഉണ്ട്. ഇപ്പം അവനിപ്പം നന്നായി യുവജനങ്ങളുടെ ഇടയിലോ ചെറുപ്പക്കാരുടെ ഇടയിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, അവനെ അടുപ്പിച്ച് പള്ളിപ്പോയതേ ഇപ്പം അവൻ നന്നായി എന്നത് ഒരു പരിഹാസമായിട്ടാണ് കാണുന്നത്.
പക്ഷേ അത് ബുദ്ധിയാണ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് അത് ഭൗതിക നന്മകൾ കൂടി വന്നു ചേരും. അതുകൊണ്ടാണ് വിശുദ്ധനോട് ഈ ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ച് പറഞ്ഞത് ആത്മരക്ഷ. അത് ആത്മാവ് നഷ്ടപ്പെട്ടു പോയ നീ എന്ത് ചെയ്യും? മാനുഷ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായിട്ടെന്തു നൽകും നീ? ഈ ലോകസമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയായി? അപ്പോൾ ആത്മാവിൻ്റെ രക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിങ്ങനെ മനസ്സിലാക്കാറുണ്ട്. ചിലപ്പോൾ വീട് വെഞ്ചരിക്കുക, വാഹനങ്ങൾ വെഞ്ചരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും വലിയ താല്പര്യമാണ്. പള്ളി കയറാത്തവന്മാർ പോലും വണ്ടി വാങ്ങിച്ചാൽ വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടി വരും, വാഹനം വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പം യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ച്, ഈശോ മരിച്ചത് കല്ലിനും മണ്ണിനും വേണ്ടിയിട്ടാണോ? നശിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈശോ മരിച്ചത്? ഈശോ മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടല്ലേ? മനുഷ്യരായി നമുക്ക് വേണ്ടിയിട്ടല്ലേ? നമ്മുടെ പാപങ്ങളിൽ നമ്മൾ മോചനം നൽകാൻ വേണ്ടിയിട്ട്. അപ്പം വസ്തുക്കൾ വെഞ്ചരിക്കാൻ വരുമ്പോൾ സ്വന്തം ആത്മരക്ഷ, അതായത് കുമ്പസാരിച്ച് കുർബാനയിൽ പങ്കെടുത്ത് അതിനുശേഷം അല്ലേ യഥാർത്ഥത്തിൽ വസ്തുക്കൾ വെഞ്ചരിക്കേണ്ടത്? ആണ്. നമ്മൾ വെറുതെ ഇതൊരു ഉദാഹരണമാണ്. നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടില്ല ഈശോ എന്തിനാണ് മരിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പലർക്കും മനസ്സിലായിട്ടില്ല. എനിക്കെന്തോ കുറേ സാധനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചതെന്നാണ് പലരുടെയും വിചാരം. അപ്പം നമുക്ക് അത് ഒരു ചിന്ത നമുക്ക് വേണം. നമുക്കെപ്പോഴും അത് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പുസ്തകം പിടിച്ചുകൊണ്ട് നടന്നവനെ ഈശോ കുരിശ് പിടിച്ച് നടക്കുന്നവനാക്കി മാറ്റിയത്. മിസ്റ്റർ ഫ്രാൻസിസ് സേവറിന് കുരിശ് പിടിച്ച് നടക്കുന്നവനാക്കി മാറ്റി. നമ്മുടെ കൂദാശകൾ എന്തിനാ? കൂദാശകൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ആത്മാവിൻ്റെ പുണ്യപൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൃശ്യമായ അടയാളം, അദൃശ്യമായ ദൈവവരപ്രസാദം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂദാശ സ്വീകരിക്കുന്നത്. അത് സ്വർഗീയമായ അനുഗ്രഹമാണ്. ഒരു ചില രോഗങ്ങൾ പോലും സൗഖ്യപ്പെടും നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ. അപ്പം പ്രസാദപരം എന്താണെന്നറിയാവോ? പ്രസാദപരം നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശിഹായുടെ സുകൃത ഫലങ്ങളുടെ യോഗ്യതയാൽ, അതായത് പീഡാസഹനം, കുരിശ് മരണം, അവയുടെ യോഗ്യതയാൽ നമുക്ക് വേണ്ടി പിതാവായ ദൈവം നൽകുന്ന പ്രകൃതിക്കതീതമായ ദൈവിക നന്മയാണ് പ്രസാദപരം. അതുകൊണ്ടല്ലേ നമ്മൾ മനസ്താപ്രകടനത്തിൽ അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കണം. പ്രസാദപരം, കൂദാശ, ഇത് ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ഇന്ന് നമ്മളിവിടെ തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കും മാതാവിന് നമ്മളോട് വലിയ ഇഷ്ടമാണെന്ന് നിങ്ങൾ പലരും വിചാരിക്കും. പക്ഷെ നമ്മൾ ആത്മരക്ഷയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് മാതാവിന് വലിയ സങ്കടമാണ്. ഇവിടെ വന്ന് മദ്യപിക്കുകയും ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരെ നോക്കി പരിശുദ്ധ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. പല അച്ഛന്മാർക്ക് ഇങ്ങനെ ദർശനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ദർശനം അമ്മ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും മലയാളികൾ വന്നിട്ട് ആത്മരക്ഷയല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അവരെ ഭൗതിക നേട്ടങ്ങളാണ്. ഈശോ തൻ്റെ പുത്രൻ മരിച്ചത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യരെ പാപങ്ങൾ രക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് മാതാവ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് പാപപരിഹാരം ചെയ്യാനാണ്, മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പം ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ വേദനയും അതുതന്നെയാണ്. ആത്മാക്കളെ രക്ഷിക്കുക, ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക, ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക, ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക, ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. അതാണ് ദൈവം നിനക്ക് കുറേ ഭൗതിക നന്മകളൊക്കെ തരുന്നുണ്ട്. പക്ഷെ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത് നിന്റെ വിശുദ്ധമായ ആത്മാവിനെ കൊടുക്കുന്നത്. നിനക്ക് കൊടുക്കാൻ പറ്റുമോ?
കൊടുക്കാൻ പറ്റുമോ? വിശുദ്ധമായ ആത്മാവിനെ നിനക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? നിന്റെ ആത്മാവിനെ, നിന്നെ തന്നെ. നീ മറ്റുള്ള ആത്മാക്കളെ രക്ഷിക്കണമെങ്കിൽ ആദ്യം സ്വന്തം ആത്മാവിനെ രക്ഷിക്കണ്ടേ? അപ്പം ആത്മാവിൻ്റെ രക്ഷ, അതാണ് നമ്മുടെ വിചാരം. ഇത് ലോകത്തുള്ള എല്ലാം നേടിയെടുത്താൽ മതി എന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഈശോയെ നേടുക. അതാണ് ഈ പുണ്യവാളൻ ലോകത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നത പദവികളും ആഗ്രഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനോടും വിശുദ്ധ ഇഗ്നേഷ്യസ് ആവർത്തിച്ച് പറഞ്ഞത് മത്തായി 16:26 എല്ലാം നേടിയെന്നാലും ഈശോയെ നേടിയില്ലെങ്കിൽ ഒന്നും നേടിയില്ലല്ലോ, എല്ലാം നഷ്ടമാണല്ലോ. ഒന്നും നേടിയില്ലെങ്കിലും ഈശോയെ നേടിയെന്നാകിൽ ഒന്നും നഷ്ടമല്ലല്ലോ, എല്ലാം നേട്ടമാണല്ലോ. പരിശുദ്ധമ്മേ, അമ്മയോടൊപ്പം ഈശോയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ നേടിയെടുക്കുവാനും, ഞങ്ങളെ നേടിയെടുത്ത് ആത്മരക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടി അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. അപ്പവും നീങ്ങുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ എങ്ങനെ വരുന്നു. ആനന്ദത്തോടിത സ്വീകരിച്ചൻപോടെ ആശീർവദിക്കും തമ്പുരാനേ. അപ്പവും നീങ്ങുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ എങ്ങനെ വരുന്നു. ആനന്ദത്തോടിത സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സമസ്ത ഉണ്മയ്ക്കുമായി ഞങ്ങളുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ തിരുനാളാഘോഷത്തിൽ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അദ്ദേഹം മനുഷ്യരക്ഷയ്ക്കുള്ള ആഗ്രഹത്താൽ വിദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത പോലെ ഞങ്ങളും സുവിശേഷത്തിന് ഫലപ്രദമായ സാക്ഷ്യം നൽകിക്കൊണ്ട് സഹോദരരോടൊത്ത് അങ്ങിലേക്ക് തിടുക്കത്തിൽ വന്നണയാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനൊക്കെ ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിജിതവും ന്യായമോന്ത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളുടെ രാജ്യത്തെ സഭയ്ക്ക് വേണ്ടി നവയുഗത്തിന് തുടക്കം കുറിക്കാനും ദൈവിക ജീവന്റെ പുതുവസന്തം നൽകാനുമായി വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ ഹൃദയത്തിൽ അങ്ങ് ആത്മാവിൻ്റെ അഗ്നി അങ്ങ് ജ്വലിപ്പിക്കുകയും ആദ്യ അപ്പോസ്തലന്മാരുടെ ധൈര്യത്തോടെ പൗരസ്ത്യ ദേശത്ത് സുവിശേഷം പ്രസംഗിക്കാൻ അദ്ദേഹത്തെ
അയക്കുകയും ചെയ്തുവല്ലോ. കൂടാതെ ഈ വിശുദ്ധന്റെ സമർപ്പിത ജീവിതത്തിന്റെ മാതൃകയാൽ ഇന്നും ഞങ്ങളെ അങ്ങ് നിരന്തരം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുവമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും
അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പൊരേ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട മറിയൗസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമം സ്വീകരിച്ച എല്ലാവരെയും ഓർത്തുകൊണ്ടും നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകനെയാണ് എൺകളിൽ കണിനമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകനെയാണ് എൺകളിൽ കണിനമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകനെയാണ് എൺകൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹതീക്ഷ്ണതയാൽ ജ്വലിച്ചുവല്ലോ. അങ്ങ് രഹസ്യങ്ങൾ ഞങ്ങളിലും അതേ തീക്ഷ്ണത ഉജ്ജ്വലിപ്പിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ വിളിയിൽ കൂടുതൽ യോഗ്യതയോടെ ചരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്മാനം സൽപ്രവർത്തികളാൽ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ സുവിശേഷ പ്രഘോഷണത്താൽ സുവിശേഷ വെളിച്ചം നിങ്ങൾക്ക് നൽകിയ ദൈവം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങൾ കൊണ്ട് നിങ്ങളെ കനിവാർന്ന് സമ്പന്നമാക്കുമാറാകട്ടെ. പിതാവിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഉദ്ബോധനങ്ങളാൽ നിങ്ങളെ സദാ പരിപോഷിപ്പിക്കുകയും ദിവ്യകർമ്മങ്ങളിൽ നിലനിൽക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സത്യവിശ്വാസത്താൽ നിങ്ങളെ പ്രകാശിപ്പിച്ച പരിശുദ്ധാത്മാവ് ക്രിസ്തീയ ജീവിതവും സ്വർഗ്ഗദാനങ്ങളും വഴി നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം
നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.